എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനോഹരമായ ഈ സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് കടന്നു വരുവാനും എൻ്റെ പ്രിയ പ്രേക്ഷകരുമായും ജനങ്ങളുമായും സഹോദരി സഹോദരന്മാരുമായിട്ടും അല്പസമയം സംസാരിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമുക്കിഷ്ടം പോലെ ഒരു കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ഈ രാജ്യത്ത് നടന്നിരുന്നത്. അന്ന് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം, ഗുരുവിൻ്റെ പാദപീഠത്തിൽ പോയി ശിശുക്കൾ അല്ലെങ്കിൽ കുട്ടികൾ വിദ്യ അഭ്യസിച്ചിരുന്നു. അവിടെ താമസിച്ച് തന്നെ അഭ്യസിച്ചിരുന്നു. ഗുരുകുലം ആയിരുന്നു അവരുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. എന്നാൽ കാലം മാറി. പ്രൈമറി സ്കൂളുകൾ, അപ്പർ പ്രൈമറി സ്കൂളുകൾ, UP സ്കൂളുകൾ, LP ഹൈസ്കൂളുകൾ, കോളേജുകൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റികൾ ഒക്കെ ഉടലെടുത്തു. എന്നാൽ ഇതെല്ലാം ഉടലെടുത്ത് എങ്കിൽ തന്നെയും മനുഷ്യൻ്റെ രീതിക്കോ സ്വഭാവത്തിനോ മാറ്റം വരുത്തുവാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുള്ളൂ. പൂർണ്ണമായിട്ട് മാറ്റുവാൻ സാധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇന്ന് കുത്തഴിഞ്ഞ ഒരു ഇടപാടായി മാറിയിരിക്കുന്ന രാഷ്ട്രീയക്കാർ. 4ാം ക്ലാസ്സും ഗുസ്തിയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കള്ളത്തരം പറയാൻ അവന് കഴിവുണ്ടെങ്കിൽ, ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതായിട്ട് സമർത്ഥിക്കാൻ കഴിവുണ്ടെങ്കിൽ അവൻ രാഷ്ട്രീയക്കാരനായി. ഒരു മുയലിന് 2 കൊമ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ സ്ഥാപിച്ച് കൊമ്പുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. എല്ലാവരുമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. 95% രാഷ്ട്രീയക്കാരും അതുതന്നെയാണ് നടത്തപ്പെടുന്നത്. മുയലിന് കൊമ്പില്ല, യാഥാർത്ഥ്യം അതാണ്. പക്ഷെങ്കിൽ കൊമ്പുണ്ട്, അത് ഞാൻ കണ്ടു, എന്നെ അത് കുത്തി, അല്ലെങ്കിൽ എനിക്കതിൽ പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ഫലിപ്പിച്ച് വന്നു കഴിയുമ്പോൾ പൊതുജനം അത് വിശ്വസിക്കും. അങ്ങനെ ഉള്ള ആൾക്കാരാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മതത്തിൽ നോക്കുമ്പോൾ ക്രിസ്തീയ സമൂഹങ്ങളിൽ ധാരാളം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ബൈബിൾ സ്കൂളുകൾ, കോളേജുകൾ, സെമിനാരികൾ, യൂണിയൻ സെമിനാരികളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്, എങ്ങനെ പോകണമെന്നുള്ളതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയത്തോടുകൂടി കാണുവാൻ സാധിക്കുന്ന കാര്യമാണ്. ബൈബിളൊന്ന്, ദൈവം ഒന്ന്, ഇവരെ പ്രസംഗിക്കുന്ന ഒന്ന്, പക്ഷെങ്കിൽ അന്യോന്യം നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ശരിയാണോ എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഇന്ന് ഒരു ബൈബിൾ സ്കൂളോ അല്ലെങ്കിൽ ഒരു കോളേജുകളോ യൂണിവേഴ്സിറ്റിയോ സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്തെങ്കിലും അവർക്ക് സ്ഥാപിച്ച് അവിടുത്തെ ട്രെയിനിങ് എടുത്ത് പാസ്സായാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ പ്രവേശിപ്പിക്കാവൂ എന്ന് ഒരു കർശന നിയമം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയാൽ എത്ര പേര് അതിനകത്ത് യോഗ്യന്മാരായിരിക്കും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഇവർക്ക് കൊടുക്കേണ്ടത്, ഈ രാഷ്ട്രീയക്കാർ കൊടുക്കേണ്ടത്, ഇന്ന് ഈ രാജ്യത്തുള്ള സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റി പോലെ രാഷ്ട്രീയക്കാർക്ക് പഠിക്കുവാൻ കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ സ്കൂളുകളോ ഒക്കെ സ്ഥാപിച്ച് അവരെ അതിൽ പ്രാപ്തരാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് എങ്കിൽ മാത്രമേ സ്വസ്ഥരമായൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ബേബി മല്ലശ്ശേരി ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് അറിയിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. എല്ലാ രാഷ്ട്രീയക്കാരും പരിശ്രമിച്ച് അവർക്കൊരു കോളേജോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ചെറിയ സ്കൂളോ LPയോ UPയോ ഹയർ സെക്കൻഡറിയോ കോളേജോ യൂണിവേഴ്സിറ്റിയോ സ്ഥാപിച്ച് അവിടുത്തെ ട്രെയിനിങ് എടുക്കുന്നവർക്ക് മാത്രം, അവിടുന്ന് പാസ്സായി വരുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയത്തിൽ പ്രവേശനം കൊടുക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ സുസ്ഥിരമായൊരു ഭരണം രാജ്യത്ത്, ജനക്ഷേമപരമായൊരു ഭരണം രാജ്യത്ത് നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്.